നമസ്കാരം. ലൈവ് വാർത്തയിലേക്ക് സ്വാഗതം. ഞാൻ വിജിത് കുമാർ. പ്രധാന വാർത്തകൾ. SFCK മാനേജ്മെന്റിനെതിരെ ചെമ്പനരുവി നിവാസികളുടെ പ്രതിഷേധം. റോഡ് നവീകരിക്കാത്തതിനെ തുടർന്ന് പ്രദേശവാസികൾ SFCK ഓഫീസ് ഉപരോധിച്ചു. CPI നേതാവിന്റെ വിവാദ പ്രസ്താവനയ്ക്കെതിരെ തെന്മല ഗ്രാമപഞ്ചായത്തിലെ CPM നേതാവ് രംഗത്ത്. അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ഉന്നയിച്ച് ഇടമണ്ണിലെ സമാധാനാന്തരീക്ഷം തകർക്കാൻ CPI ശ്രമിക്കുന്നുവെന്ന് ആരോപണം. DYFI നേതൃത്വത്തിൽ നടക്കുന്ന യുവജന പ്രതിരോധത്തിന്റെ ഭാഗമായ പ്രചരണ ജാഥയ്ക്ക് പുനലൂരിൽ തുടക്കം. പ്രചരണ ജാഥ 8-ന് കൊല്ലത്ത് സമാപിക്കും. വാർത്തകൾ വിശദമായി. SFCK മാനേജ്മെന്റിനെതിരെ ചെമ്പനരുവി നിവാസികളുടെ പ്രതിഷേധം. റോഡ് നവീകരിക്കാത്തതിൽ പ്രതിഷേധിച്ച് ചെമ്പനരുവി നിവാസികൾ SFCK മുള്ളുമല ഓഫീസ് ഉപരോധിച്ചു. സ്റ്റേറ്റ് ഫാമിംഗ് കോർപ്പറേഷന്റെ അധീനതയിലുള്ള കോട്ടക്കയം മുതൽ ചെരുപ്പിട്ടകാവ് വരെയുള്ള 5 കിലോമീറ്റർ ദൂരപരിധിയിൽ വാഹനയാത്രയും കാൽനടയാത്രയും കഴിയാത്ത വിധത്തിൽ റോഡ് തകർന്നടിഞ്ഞു കിടക്കുകയാണ്. റോഡ് സഞ്ചാരയോഗ്യമാക്കാൻ SFCK മാനേജ്മെന്റ് തയ്യാറാകണമെന്നാവശ്യപ്പെട്ട് ചെമ്പനരുവിയിലെ ജനങ്ങൾ പരാതി നൽകിയെങ്കിലും മാനേജ്മെന്റ് അതിന് തയ്യാറായില്ല. ഇതിൽ പ്രതിഷേധിച്ച് ചെമ്പനരുവി വാർഡ് മെമ്പർ A. റഷീദിന്റെ നേതൃത്വത്തിൽ മുള്ളുമലയിലെ SFCK ഓഫീസ് ഉപരോധിച്ചു. ഓഫീസ് ഉപരോധിക്കുകയും റോഡ് ഉപരോധിക്കുകയും ചെയ്ത ജനകീയ സമരസമിതി പ്രവർത്തകരെ പത്തനാപുരം സർക്കിൾ ഇൻസ്പെക്ടർ അൻവറിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അറസ്റ്റ് ചെയ്ത് പത്തനാപുരം പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി. ജനകീയ സമരസമിതിക്ക് പിന്തുണ നൽകിക്കൊണ്ട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് S. അജീഷ്, ചെമ്പനരുവി വാർഡ് മെമ്പർ A. റഷീദ്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം റിയാസ് മുഹമ്മദ്, മൈക്കാമൺ വാർഡ് മെമ്പർ ബാബുരാജ് എന്നിവരും രംഗത്ത് വന്നു. സ്റ്റേറ്റ് ഫാമിംഗ് കോർപ്പറേഷൻ തന്നെ മുൻകൈ എടുത്തുകൊണ്ട് ഇതിന് ശാശ്വതമായ പരിഹാരം കണ്ടില്ല എങ്കിൽ വലിയ രൂപത്തിൽ അതുപോലെ തന്നെ ചെമ്പനരുവി, മൈക്കാമൺ, പെരുന്തോയിൽ വാർഡുകളിലെ അണിനിരത്തിക്കൊണ്ട് വലിയ ഒരു സമര രൂപത്തിന് നേതൃത്വം കൊടുക്കാൻ ഇപ്പോൾ ഈ ജനകീയ സമിതി നേതൃത്വം. കഴിഞ്ഞ 2 വർഷക്കാലം കൊണ്ട് പറയാം, ഏതാണ്ട് 6 വർഷം കൊണ്ട് തകർന്നു നടക്കുന്ന റോഡ് ഇതുവരെയും അവർ നന്നാക്കാനുള്ള യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല. ഏതാണ്ട് ആ റോഡിൽ കൂടെ യാത്ര ചെയ്ത് ഒരു പെൺകുട്ടി പ്രസവിക്കുകയും ആ കുഞ്ഞ് മരിച്ചുപോയ അനുഭവം വരെ ഉണ്ട്. നിരവധി തവണ നിവേദനം നൽകിയിട്ടുണ്ടെങ്കിലും യാതൊരു മറുപടിയുമില്ല. ഇന്ന് അതിന്റെ അർത്ഥത്തിൽ ജനകീയ സമരമായിട്ട് കുട്ടികളെയും അതുപോലെ തന്നെ പ്രായമുള്ളവരെ എല്ലാം ഉൾപ്പെടുത്തി ജനകീയ സമരമായിട്ട് ഇന്നിറങ്ങുകയും, എന്നാൽ അവരുടെ മൽപ്പിടുത്തം പോലീസിലേക്ക് എത്തിച്ച് പോലീസുകാരെയും കൊണ്ട് ബലമായി ഞങ്ങളെ അറസ്റ്റ് ചെയ്ത് നീക്കിയിരിക്കുകയാണ്. ബഹുമാനപ്പെട്ട പത്തനാപുരം ബ്ലോക്ക് പ്രസിഡന്റും അതുപോലെ തന്നെ നമ്മുടെ CA അൻവർ സാറും ഇപ്പോൾ ചർച്ച നടത്തിയതിന്റെ അടിസ്ഥാനത്തിൽ ഇതുവരെ മാനേജ്മെന്റ് എത്തിയിട്ടില്ല. ഇന്ന് ഞങ്ങൾ വീണ്ടും കത്ത് സമർപ്പിക്കുകയാണ്. 7 ദിവസത്തിനുള്ളിൽ ഈ റോഡിനൊരു അടിയന്തരമായി തീരുമാനമുണ്ടായില്ലെങ്കിൽ അനിശ്ചിതകാലമായി ഫാമിംഗ് കോർപ്പറേഷന്റെ എല്ലാ പ്രവർത്തനങ്ങളും തടഞ്ഞുകൊണ്ട് ഫാമിംഗ് കോർപ്പറേഷന്റെ എല്ലാ ജോലികളും ഓഫീസ് സ്തംഭിപ്പിച്ചുകൊണ്ട് ഞങ്ങൾ വീണ്ടും സമരത്തിലേക്ക് കടന്നുവരും. അതിൽ പോലീസ് വന്നാലും പട്ടാളം വന്നാലും ഞങ്ങൾ പേടിക്കത്തില്ല എന്ന് ഈ അവസരത്തിൽ ഇവരോടൊപ്പം ഒന്ന് പറയുക. 6 വർഷമായി ഈ പാത തകർന്നു കിടക്കുകയാണെന്നും CPI നേതൃത്വം നൽകുന്ന SFCK മാനേജ്മെന്റ് പ്രദേശവാസികളെ ദ്രോഹിക്കുകയാണെന്നും A. റഷീദ് ആരോപിച്ചു. നാട്ടുകാരും SFCK മാനേജ്മെന്റിന്റെ ജനദ്രോഹ നടപടിക്കെതിരെ പ്രതികരിച്ചു. 100ഓളം വരുന്ന പ്രദേശവാസികൾ പോലീസ് സ്റ്റേഷന് മുന്നിൽ തടിച്ചുകൂടി SFCK മാനേജ്മെന്റിനെതിരെ പ്രതിഷേധമുയർത്തി. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. പുനലൂർ നഗരസഭാ കാര്യാലയത്തിന് മുന്നിൽ വാഹനമിടിച്ച് ഒരാൾക്ക് പരിക്കേറ്റു. ഐക്കരക്കോണം സ്വദേശി ബാബുവിനാണ് പരിക്കേറ്റത്. വെള്ളിയാഴ്ച വൈകിട്ട് 7 മണിയോടെയായിരുന്നു അപകടം. വെള്ളിയാഴ്ച വൈകിട്ട് 7 മണിയോടെയാണ് പുനലൂർ നഗരസഭാ കാര്യാലയത്തിന് മുമ്പിൽ വാഹനാപകടമുണ്ടായത്. സമീപത്തെ കടയിലെ ജീവനക്കാരനായ ഐക്കരക്കോണം സ്വദേശി ബാബുവിനാണ് പരിക്കേറ്റത്. തമിഴ്നാട് രജിസ്ട്രേഷനുള്ള വാഹനം മതിലിടിച്ച് തകർത്ത ശേഷം ബാബുവിന്റെ കാലിലൂടെ കയറി ഇറങ്ങുകയായിരുന്നു. കാലിന് ഗുരുതരമായി പരിക്കേറ്റ ബാബുവിനെ പുനലൂർ താലൂക്ക് ആശുപത്രിയിലും തുടർന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു. വാഹനമോടിച്ചിരുന്ന തെങ്കാശി സ്വദേശി രംഗരാജിനെ പുനലൂർ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ലൈവ് വാർത്ത, പുനലൂർ. റവന്യൂ ഡിപ്പാർട്ട്മെന്റിന്റെ നേതൃത്വത്തിൽ തെന്മല പഞ്ചായത്തിൽ സ്ഥാപിക്കുന്ന വാട്ടർ കിയോസ്കിന്റെ ഭാഗമായുള്ള ടാങ്കുകൾ സംരക്ഷിക്കാൻ നടപടിയില്ല. റോഡിൽ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കിടക്കുകയാണ് ടാങ്കുകൾ. തെന്മല ഗ്രാമപഞ്ചായത്തിന്റെ വിവിധ ഇടങ്ങളിലായി 10 വാട്ടർ കിയോസ്കുകൾ സ്ഥാപിക്കാനാണ് റവന്യൂ ഡിപ്പാർട്ട്മെന്റ് തീരുമാനമെടുത്തിരുന്നത്. എന്നാൽ ഇതിന്റെ ഭാഗമായുള്ള വാട്ടർ ടാങ്കുകൾ കൊണ്ടുവന്ന് റോഡരികിൽ ഇറക്കിയതൊഴിച്ചാൽ പദ്ധതി മുന്നോട്ട് പോയിട്ടില്ല. എന്നാൽ ഇതിന്റെ ഭാഗമായുള്ള വാട്ടർ ടാങ്കുകളാണ് ഇപ്പോൾ സംരക്ഷിക്കാൻ നടപടിയില്ലാതെ റോഡരികിൽ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കിടക്കുന്നത്. 10,000 ലിറ്റർ സംഭരണശേഷിയുള്ള ടാങ്കുകൾ റോഡരികിൽ ഉപേക്ഷിക്കപ്പെട്ട നിലയിലാണ്. അടിസ്ഥാനം കെട്ടി ടാങ്കുകൾ സ്ഥാപിക്കുന്നതിനോ
പദ്ധതി നടപ്പിലാക്കുന്നതിനോ റവന്യൂ ഡിപ്പാർട്ട്മെന്റ് തയ്യാറാകാത്തതിൽ പ്രതിഷേധവും ശക്തമാകുന്നു. തെന്മല, മാഞ്ചിയംകുന്ന്, നേതാജി, അണ്ടൂർപ്പച്ച, 17-ാം ബ്ലോക്ക്, പുലരി, തണ്ണിവളവ് തുടങ്ങിയ ഭാഗങ്ങളിലാണ് വാട്ടർ കിയോസ്കുകൾ സ്ഥാപിക്കാൻ തീരുമാനിച്ചിരുന്നത്. ഇടുങ്ങിയ പാതയോരത്ത് ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കിടക്കുന്ന വാട്ടർ ടാങ്കുകൾ ഗതാഗത യാത്രികർക്കും ഭീഷണിയാവുകയാണ്. മാത്രമല്ല, വാഹനങ്ങൾ ഇടിച്ച് ഇത്തരം ടാങ്കുകൾക്ക് കേടുപാടുകൾ സംഭവിക്കാനും സാധ്യത ഏറെയാണെന്ന് ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. ഉടൻ തന്നെ പദ്ധതി പൂർത്തീകരിച്ച് ടാങ്കുകൾ സംരക്ഷിക്കണമെന്ന ആവശ്യവും ശക്തമാകുന്നുണ്ട്. ലൈവ് വാർത്ത, തെന്മല. ഓയിൽ പാം എസ്റ്റേറ്റിൽ സാമൂഹ്യ വിരുദ്ധ ശല്യം രൂക്ഷമാകുന്നതായി ട്രേഡ് യൂണിയൻ നേതാവിന്റെ പരാതി. സ്ത്രീകൾ ഉൾപ്പെടെയുള്ള തൊഴിലാളികൾക്ക് സുരക്ഷയൊരുക്കുന്നതിൽ പോലീസിനും മാനേജ്മെന്റിനും വീഴ്ച സംഭവിച്ചതായി ഓയിൽ പാം എംപ്ലോയീസ് സെന്റർ വർക്കിംഗ് പ്രസിഡന്റ് ബൈജു പൂക്കുട്ടി ആരോപിച്ചു. ഓയിൽ പാം എസ്റ്റേറ്റിൽ സാമൂഹ്യ വിരുദ്ധ ശല്യം രൂക്ഷമാണെന്നും സ്ത്രീകൾ അടക്കമുള്ള തൊഴിലാളികൾക്ക് സുരക്ഷിതമായി ജോലിയെടുക്കാൻ കഴിയാത്ത സാഹചര്യമാണെന്നും ഓയിൽ പാം എംപ്ലോയീസ് സെന്റർ വർക്കിംഗ് പ്രസിഡന്റ് ബൈജു പൂക്കുട്ടി പറഞ്ഞു. ജോലി സ്ഥലത്ത് പോലും സ്ത്രീകൾ ആക്രമിക്കപ്പെടുന്ന വളരെ നിഷ്ഠൂരമായിട്ടുള്ള കാര്യങ്ങൾ ഓയിൽ പാമിൽ സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ട്. സ്ത്രീ തൊഴിലാളികൾക്ക് പോലും സ്വസ്ഥമായി നിന്ന് തൊഴിലെടുക്കാൻ കഴിയാത്ത രീതിയിൽ പുറത്തുനിന്ന് ആളുകൾ സ്ത്രീ തൊഴിലാളികളെ കയറി ആക്രമിക്കുന്ന തരത്തിലുള്ള സംഭവങ്ങൾ ഓയിൽ പാമിൽ ഇതിനു മുമ്പുണ്ടായിട്ടുണ്ട്. വിളക്കുപാറയിൽ പോയി ക്വാർട്ടേഴ്സിൽ താമസിക്കുന്ന തൊഴിലാളികൾ വിളക്കുപാറയിൽ പോയി സാധനങ്ങൾ വാങ്ങിച്ചുകൊണ്ട് വരുമ്പോൾ വഴിയിലിട്ട് ഭാര്യയും ഭർത്താവിനെയും ബൈക്ക് തടഞ്ഞു നിർത്തി ആക്രമിക്കുന്ന സംഭവങ്ങളും ഇതിനു മുമ്പും ഓയിൽ പാമിൽ ഉണ്ടായിട്ടുണ്ട്. അതിനുശേഷം ഏറ്റവും ലാസ്റ്റത്തെ കാര്യമാണ് സ്ത്രീകൾ ഉൾപ്പെടെയുള്ള തൊഴിലാളികളെ മദ്യപിച്ചെത്തുന്ന സംഘങ്ങൾ ആക്രമിക്കുന്നത് പതിവായിട്ടും യാതൊരു നടപടികളും സ്വീകരിക്കാൻ പോലീസും മാനേജ്മെന്റും തയ്യാറാകുന്നില്ലെന്നും ബൈജു പൂക്കുട്ടി കുറ്റപ്പെടുത്തി. കമ്പനി മാനേജ്മെന്റ് വളരെ ശക്തമായി ഇടപെട്ട് ഇതിൽ നിന്നും പോലീസിനെ ഉപയോഗിച്ചുകൊണ്ട് ഈ അക്രമികളെ അമർ ചെയ്യേണ്ടത് അനിവാര്യമാണ്. ഇതിനു മുമ്പ് ഉണ്ടായിട്ടുള്ള സംഭവവാസങ്ങളിൽ ഗവൺമെന്റ് അല്ലെങ്കിൽ ഓയിൽ പാം മാനേജ്മെന്റ് ശക്തമായ നടപടിയെടുത്തിരുന്നുവെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു സംഭവം ഈ ഓയിൽ പാമിൽ ആവർത്തിക്കുമായിരുന്നില്ല. എസ്റ്റേറ്റ് സൂപ്പർവൈസർക്ക് നേരെ ആസിഡ് ആക്രമണം ഉണ്ടായി ദിവസങ്ങൾ പിന്നിട്ടിട്ടും പ്രതികളെ പിടികൂടാൻ കഴിയാത്തത് പ്രതിഷേധാർഹമാണെന്നും വിളക്കുപാറ ബീവറേജസ് ഔട്ട്ലെറ്റിൽ നിന്നും മദ്യം വാങ്ങി എസ്റ്റേറ്റിൽ വന്ന് മദ്യപിക്കുന്നവരാണ് ആക്രമണങ്ങൾക്ക് പിന്നിലെന്നും ബൈജു പൂക്കുട്ടി വ്യക്തമാക്കി. ഒരു സൂപ്പർവൈസർ ജോലിക്ക് പോകുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ മുഖത്തേക്ക് ആസിഡ് ഒഴിച്ചുകൊണ്ട് ആക്രമിക്കുവാൻ ശ്രമം നടക്കുക എന്ന് പറയുന്നത്, ഈ സംഭവം നടന്നിട്ട് 4 ദിവസം കഴിഞ്ഞിട്ടും അക്രമികളെ കുറിച്ചൊരു സൂചന പോലും ലഭിക്കാത്ത വളരെ ദയനീയമായ ഒരു അവസ്ഥയാണ് ഓയിൽ പാമിൽ നിലനിൽക്കുന്നത്. വിളക്കുപാറ ബിവറേജ് ഔട്ട്ലെറ്റ്, ആ വിളക്കുപാറ ബിവറേജ് ഔട്ട്ലെറ്റിൽ നിന്ന് മദ്യം വാങ്ങിച്ചിട്ട് മദ്യപ സംഘങ്ങൾ, ഈ കോളേജ് കുട്ടികൾ ഉൾപ്പെടെയുള്ളവരുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ വിജനമായി കിടക്കുന്ന ഓയിൽ പാമിലേക്ക് സംഘമായി കയറുകയും മദ്യപിക്കുകയും അതിൽ വഴി പോകുന്ന ആളുകളെ ഉപദ്രവിക്കുകയും ചെയ്യുന്ന അവസ്ഥയാണ് ഉണ്ടായിട്ടുള്ളത്. തൊഴിലാളികൾക്ക് സുരക്ഷിതമായി ജോലിയെടുക്കാനുള്ള സൗകര്യമൊരുക്കാൻ മാനേജ്മെന്റും പോലീസും തയ്യാറാകണമെന്നും ജീവനക്കാരുടെ വേതനം വർദ്ധിപ്പിക്കുന്ന കാര്യത്തിൽ സർക്കാർ വാക്കുപാലിക്കണമെന്നും ബൈജു പൂക്കുട്ടി ആവശ്യപ്പെട്ടു. ഇതുവരെയും ആ കുടിശ്ശിക സംബന്ധിച്ചിട്ടുള്ള തീരുമാനമെടുക്കുവാനോ അത് തൊഴിലാളികൾക്ക് കൊടുക്കുവാനോ ഒന്നും ഈ ഗവൺമെന്റ് അധികാരത്തിൽ വന്നിട്ട് ഇതുവരെ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് ഈ മാനേജ്മെന്റിന്റെ ഘടികാര്യസ്ഥതയാണ് കാണിക്കുന്നത്. അതിൽ ഓയിൽ പാം തൊഴിലാളികൾക്ക് അതിശക്തമായിട്ടുള്ള പ്രതിഷേധമുണ്ട്, നീരസമുണ്ട്. ലൈവ് വാർത്ത, കുളത്തൂപ്പുഴ. തെന്മല ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റും CPM നേതാവുമായ A. ജോസഫ് രംഗത്ത്. അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ഉന്നയിച്ച് ഇടമണ്ണിലെ സമാധാനാന്തരീക്ഷം തകർക്കാനാണ് CPI ശ്രമിക്കുന്നതെന്ന് ജോസഫ് കുറ്റപ്പെടുത്തി. ഇടമണ്ണിൽ നടന്ന CPI-CPM സംഘർഷങ്ങളുടെ ഭാഗമായാണ് കഴിഞ്ഞ ദിവസം CPI നേതാവും ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റുമായ L. ഗോപിനാഥപിള്ള CPM നേതാക്കൾക്കെതിരെ കടുത്ത ആരോപണങ്ങൾ ഉന്നയിച്ചത്. ഈ സാഹചര്യത്തിലാണ് ഗോപിനാഥപിള്ളയ്ക്ക് മറുപടിയുമായി CPM നേതാവും ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റും നിലവിലെ ഗ്രാമപഞ്ചായത്ത് അംഗവുമായ A. ജോസഫ് രംഗത്തെത്തിയത്. അതിന് അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ഉന്നയിക്കുക, അത് പാർട്ടി നേതൃത്വത്തിന് ആണ് ഈ കൂടുതൽ കാര്യങ്ങൾ വ്യക്തമാക്കേണ്ടത്. ഞങ്ങൾ പൊതുയോഗത്തിൽ ഞങ്ങൾ വ്യക്തമാക്കിയത് ഇടമണ്ണിലെ സമാധാന അന്തരീക്ഷം തകർക്കുന്നതിന് CPMന്റെ ഭാഗത്ത് നിന്ന് ഒരു ശ്രമം നടത്തുകയില്ല. ഞങ്ങളിത് ഇന്നലെ കൊണ്ട് അവസാനിപ്പിച്ചു. പ്രകടനം നടത്തി ഞങ്ങൾ ഈ ജനങ്ങളോട് വിശദീകരിക്കേണ്ട പ്രശ്നങ്ങൾ അവസാനിക്കട്ടെ എന്നുള്ള നിലയിലാണ് CPM കണ്ടത്. പക്ഷെ അതല്ല, ഇത് സജീവമായി നിലനിർത്തുക എന്നുള്ള നിലയിലാണ് ഗോപിപ്പിള്ള ഇപ്പോൾ വീണ്ടും രംഗത്ത് വരുന്നത്. അദ്ദേഹത്തിന് ഇതുമായി ബന്ധപ്പെട്ട് ചില അഴിമതികളും അതുപോലെ തന്നെ സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയാണ് പ്രദേശത്തുള്ള ഗുണ്ടാ സംഘങ്ങളെ സഹായിക്കുന്ന നിലപാടെടുക്കുന്നത്. അത് അവസാനിപ്പിക്കണം. അതേപോലെ തന്നെ കേരള കോൺഗ്രസിൽ നിന്ന് വന്നിട്ടുള്ളൂ. അവർ നേരത്തെ കേരള കോൺഗ്രസിൽ നിന്ന് ഈ പ്രദേശത്ത് പ്രശ്നങ്ങൾ സൃഷ്ടിച്ചിട്ടുള്ളവരല്ല. അവർ CPIയിൽ വന്നിട്ടും പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നവരല്ല. ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി തന്റെ സ്വന്തം അഴിമതിയും അതുപോലെ തന്നെ സാമ്പത്തിക നേട്ടം ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ശ്രമത്തിന്റെ ഭാഗമായി എന്നുള്ള നിലയിലാണ് CPM ഇതിനെ കാണുന്നത്. അത് CPM തന്നെ പരിശോധിക്കണം. CPI തന്നെ പരിശോധിക്കേണ്ടിയിരിക്കുന്നു. CPIയുടെ
ഈ കഴിഞ്ഞ കാലങ്ങളിൽ ഈ ഗോവിപ്പിള്ള ഇവിടെ നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങൾ എന്താണ് CPIക്ക് നേട്ടമുണ്ടാക്കിയത്, എന്തുമാത്രം സാമ്പത്തിക നേട്ടമാണ് ഇതുമായി ബന്ധപ്പെട്ട് ഗോവിപ്പിള്ളയ്ക്ക് മാത്രം ഉണ്ടായി എന്നുള്ളതോടെ പരിശോധിക്കുന്നത് നല്ലതായിരിക്കും എന്നാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്. ഇടമണ്ണിൽ സമാധാനാന്തരീക്ഷം തകർക്കുന്ന നിലപാടാണ് CPI സ്വീകരിക്കുന്നതെന്നും അടിസ്ഥാനരഹിതമായ ആരോപണങ്ങളാണ് CPI നേതാവ് ഉന്നയിക്കുന്നതെന്നും A. ജോസഫ് കുറ്റപ്പെടുത്തി. തന്റെ അഴിമതി മറച്ചുവെക്കാനായി ഗുണ്ടാ സംഘങ്ങളെ കൂട്ടുപിടിക്കുകയാണ് CPI നേതാവും ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റുമായ L. ഗോപിനാഥപിള്ളയെന്ന് CPM നേതാവ് തന്നെ പറഞ്ഞത് രാഷ്ട്രീയ വിവാദത്തിന് തിരികൊളുത്തിയിരിക്കുകയാണ്. ലൈവ് വാർത്ത തെന്മല. പള്ളിക്കൽ കല്ലടത്തണ്ണി എസ്റ്റേറ്റിലേക്ക് ഭൂരഹിതർ പ്രകടനം സംഘടിപ്പിച്ചു. ഭൂരഹിതർക്ക് ഭൂമി പതിച്ചു നൽകാമെന്ന സർക്കാർ ഉറപ്പ് പാലിക്കാത്തതിനെ തുടർന്നായിരുന്നു സമരം. രണ്ടാം ഘട്ട ഭൂസമരം എന്ന നിലയിലാണ് വെൽഫെയർ പാർട്ടിയുടെ നേതൃത്വത്തിൽ പള്ളിക്കൽ കല്ലടത്തണ്ണി എസ്റ്റേറ്റിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചത്. 6 മാസം മുമ്പ് ഇവിടെ ഭൂരഹിതർ കുടിൽകെട്ടി സമരം നടത്തിയിരുന്നു. അന്ന് സബ് കളക്ടറുടെ സാന്നിധ്യത്തിൽ ചർച്ച നടത്തി ഉടൻ ഭൂരഹിതർക്ക് ഭൂമി നൽകുമെന്ന ഉറപ്പിന്മേലാണ് സമരം അവസാനിപ്പിച്ചത്. എന്നാൽ 27 ഏക്കർ ഭൂമി അളന്നുതിരിക്കാൻ സർവേക്കല്ല് ഇല്ലെന്ന് പറഞ്ഞ് ഭൂമിയുടെ അളവ് നീണ്ടുപോവുകയായിരുന്നു. ഇതിനെതിരെയാണ് ഭൂരഹിതർ സർവേക്കല്ലുമായി എസ്റ്റേറ്റിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചത്. പ്രകടനം എസ്റ്റേറ്റിന് മുൻവശത്ത് പോലീസ് തടഞ്ഞു. തുടർന്ന് നടന്ന യോഗം വെൽഫെയർ പാർട്ടി സംസ്ഥാന കമ്മിറ്റി അംഗം ഷഫീഖ് ഉദ്ഘാടനം ചെയ്തു. നിവേദിത പി ഹരൻ മുൻ ചീഫ് സെക്രട്ടറി അവരുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഇടുക്കിയിലെ സർക്കാർ ഭൂമി തിരിച്ചുപിടിക്കുന്നതുമായി ബന്ധപ്പെട്ട നടപടി നിർത്തിവെക്കാൻ ഈ മുഖ്യമന്ത്രി നിർദ്ദേശം കൊടുത്തു. അതിനുവേണ്ടി 3 യോഗം റവന്യൂ മന്ത്രി പങ്കെടുക്കില്ല എന്ന് പറഞ്ഞപ്പോ നിങ്ങൾ പങ്കെടുത്തില്ലെങ്കിലും യോഗം നടത്തുമെന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞ് യോഗം വിളിച്ചത്. നിങ്ങളുടെ കൂറാരോടാണെന്ന് ഞങ്ങൾക്കറിയാം. ഈ രാജ്യത്തെ ഭൂരഹിതരോടല്ല, പട്ടിണിപ്പാവങ്ങളോടല്ല, തൊഴിലാളികളോടല്ല. നിങ്ങളുടെ കൂറ് നിങ്ങൾക്ക് ചോറ് തരുന്ന മുതലാളിമാരോടാണ് എന്ന് നിങ്ങൾ തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. അതാ നിങ്ങൾക്ക് പേടി. പ്രശ്നം വീണ്ടും ചർച്ച നടത്തി അനുകൂല തീരുമാനമെടുക്കാമെന്ന ഉറപ്പിന്മേലാണ് സമരം അവസാനിപ്പിച്ചത്. ലൈവ് വാർത്ത കടയ്ക്കൽ. ആഗസ്റ്റ് 15-ന് ഡിവൈഎഫ്ഐ സംസ്ഥാന വ്യാപകമായി സംഘടിപ്പിക്കുന്ന യുവജന പ്രതിരോധത്തിന്റെ ഭാഗമായുള്ള കാൽനട പ്രചരണ ജാഥയ്ക്ക് പുനലൂരിൽ തുടക്കമായി. പ്രചരണ ജാഥ 8-ന് കൊല്ലത്ത് സമാപിക്കും. ഏരിയ കമ്മിറ്റിക്ക് വേണ്ടിയും കർഷക സംഘത്തിന് വേണ്ടിയും ഡിവൈഎഫ്ഐ ബ്ലോക്ക് കമ്മിറ്റിക്ക് വേണ്ടിയും സഖാവ് സന്തോഷ്, ബ്ലോക്ക് കമ്മിറ്റിയുടെ പ്രസിഡന്റ് സെക്രട്ടറി സഖാവ് പ്രേംസിംഗ്, ആര്യങ്കാവ് ഡാം യൂണിറ്റ് കമ്മിറ്റിക്ക് വേണ്ടി സഖാവ് സജു, തെന്മല യൂണിറ്റ് കമ്മിറ്റിക്ക് വേണ്ടി സഖാവ് ദീപു, ഷിജിനെ, തെന്മല മേഖലാ കമ്മിറ്റിക്ക് വേണ്ടി അനന്തു, റെയിൽവേ സ്റ്റേഷൻ യൂണിറ്റ് കമ്മിറ്റിക്ക് വേണ്ടി സഖാവ് ലിബിൻ, ഷഹനാസ്, തെന്മല മേഖലാ കമ്മിറ്റിക്ക് വേണ്ടി അനന്തു അനിൽകുമാർ. നവലിബറൽ നയങ്ങളെ ചെറുക്കുക, മതനിരപേക്ഷതയുടെ കാവലാളാകുക എന്ന മുദ്രാവാക്യമുയർത്തി ആഗസ്റ്റ് 15-ന് ഡിവൈഎഫ്ഐ സംസ്ഥാന വ്യാപകമായി ബ്ലോക്ക് കേന്ദ്രങ്ങളിൽ സംഘടിപ്പിക്കുന്ന യുവജന പ്രതിരോധത്തിന്റെ പ്രചരണാർത്ഥമാണ് കാൽനട പ്രചരണ ജാഥ സംഘടിപ്പിച്ചത്. ഡിവൈഎഫ്ഐ കൊല്ലം ജില്ലാ സെക്രട്ടറി ആർ ബിജു ജാഥ ക്യാപ്റ്റനായുള്ള പ്രചരണ ജാഥയുടെ ഉദ്ഘാടനം CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം S ജയമോഹൻ നിർവഹിച്ചു. ഏത് ദൈവത്തെ വിശ്വസിക്കണം, ഏത് മതത്തിൽ വിശ്വസിക്കണം എന്നും ആരും രാജ്യത്തെ ജനങ്ങളോട് പറഞ്ഞിട്ടില്ല. ഏത് മതത്തിൽ വിശ്വസിക്കുന്നതിനും വിശ്വസിക്കുന്ന മതത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നതിനുമുള്ള മൂല്യ സ്വാതന്ത്ര്യം ഭരണഘടനാപരമായി തന്നെ നിലനിൽക്കുന്ന ഒരു രാജ്യത്ത് ഏത് വസ്ത്രം ധരിക്കണം,
എന്ത് കരിക്കണം എന്നുള്ളത് ഞങ്ങൾ തീരുമാനിക്കുമെന്ന് പ്രഖ്യാപിക്കുന്ന നിലയിലേക്ക് രാജ്യത്തിന്റെ പദവിതൃത്വം അപകടപ്പെട്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ പോകുന്നത്. ഡിവൈഎഫ്ഐ പുനലൂർ ബ്ലോക്ക് കമ്മിറ്റി പ്രസിഡന്റ് സന്തോഷ് കുമാർ ചടങ്ങിൽ അധ്യക്ഷനായി. സെക്രട്ടറി പ്രേം സിംഗ് സ്വാഗതം പറഞ്ഞു. ജോർജ് മാത്യു, എസ് ബിജു, ടൈറ്റസ് സെബാസ്റ്റ്യൻ, AR കുഞ്ഞുമോൻ, ഷൈൻ ദീപു, ശരൺ ശശി എന്നിവർ സംസാരിച്ചു. ഡിവൈഎഫ്ഐ സംസ്ഥാന കമ്മിറ്റി അംഗം രഞ്ജു സുരേഷ്, വൈസ് ക്യാപ്റ്റനായ ജാഥയുടെ മാനേജർ സംസ്ഥാന കമ്മിറ്റി അംഗം R രാജേഷാണ്. പുനലൂരിൽ നിന്നും ആരംഭിച്ച കാൽനട പ്രചരണ ജാഥയ്ക്ക് കരവാളൂർ, അഞ്ചൽ, ഏരൂർ എന്നിവിടങ്ങളിൽ സ്വീകരണം നൽകി. ജാഥ 8-ാം തീയതി കൊല്ലത്ത് സമാപിക്കും. ഡിവൈഎഫ്ഐ പുനലൂർ ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ 15-ന് മാർക്കറ്റ് ജംഗ്ഷനിലാണ് യുവജന പ്രതിരോധം സംഘടിപ്പിച്ചിരിക്കുന്നത്. ലൈവ് വാർത്ത, പുനലൂർ. സാമൂഹിക സേവന രംഗത്ത് ജവഹർ ബാലവേദിയുടെ പ്രവർത്തനങ്ങൾ കൂടുതൽ സജീവമാകുന്നു. ജവഹർ ബാലവേദിയുടെ ആഭിമുഖ്യത്തിൽ പുന്നലയിൽ നടന്ന ചടങ്ങിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു. ജവഹർ ബാലവേദി പുന്നല മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നടന്ന പുരസ്കാരദാനവും അനുമോദന സമ്മേളനവും മുതിർന്ന കോൺഗ്രസ് നേതാവ് PM ബഷീർ സാഹിബ് ഉദ്ഘാടനം ചെയ്തു. ഇതിന് മുൻകാലങ്ങളും ചെയ്തിട്ടുണ്ട്. ഏതായാലും ശരിയല്ല, ഇത്രയും കുട്ടികളും അവരോടൊപ്പമുള്ള മാതാപിതാക്കളും ഈ നല്ല പരിപാടിയിൽ ഇവിടെ വന്ന് സംബന്ധിച്ചതിന് എല്ലാവിധമായ ആശംസകളും അർപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ കർത്തവ്യം. പുന്നല സമന്വയം ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന ചടങ്ങിൽ ജവഹർ ബാലവേദി ജില്ലാ വൈസ് ചെയർമാൻ PM ഷൈജു അധ്യക്ഷത വഹിച്ചു. കോൺഗ്രസ് പുന്നല മണ്ഡലം പ്രസിഡന്റ് പുന്നല ഉല്ലാസ് കുമാർ, കോൺഗ്രസ് നേതാക്കളായ വിശ്വനാഥൻ പിള്ള, മസൂദ് റാവുത്തർ, PM ഉനൈസ് സാഹിബ്, ലിൻസൺ, ബൈജു കാർത്തികപ്പള്ളി, മുഹമ്മദ് ഷാഫി എന്നിവർ പ്രസംഗിച്ചു. തുടർന്ന് ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെ പുരസ്കാരം നൽകി അനുമോദിച്ചു. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. കാലത്തിന്റെ വിസ്മൃതിയിലേക്ക് മറിഞ്ഞ ഗ്രാമഫോണുകളെ ഇക്കാലത്തും ജീവിതത്തോട് ചേർത്ത് പിടിക്കുകയാണ് കോട്ടയം സ്വദേശി ഹബീബ്. റോഡരികിൽ വഴിയോര കച്ചവടമായാണ് ഹബീബിന്റെ ഗ്രാമഫോൺ വിൽപ്പന. പോയ കാലത്തിന്റെ മധുര സംഗീതം ഇന്നും ചില മനസ്സുകളിലെങ്കിലും ഗൃഹാതുരതയുടെ ഓർമ്മപ്പെടുത്തലുകളാണ്. അത്തരം സംഗീതങ്ങൾ ശ്രോതാക്കളുടെ മനസ്സുകളിലേക്ക് എത്തിച്ചിരുന്ന പാട്ടുപെട്ടിക്ക് നാം നൽകിയിരുന്ന പേരാണ് ഗ്രാമഫോൺ. കാലത്തിന്റെ വിസ്മൃതിയിലേക്ക് മറഞ്ഞു തുടങ്ങിയ ഇത്തരം ഗ്രാമഫോണുകളെ ന്യൂ ജനറേഷൻ കാലഘട്ടത്തിലും ജീവിതത്തോട് ചേർത്ത് നിർത്തുകയാണ് കോട്ടയം സ്വദേശി ഹബീബ്. ഈ കടയിൽ 7,000 രൂപ കൊടുക്കണം. ഇത് ഒരാവശ്യം വയ്ക്കുന്നുണ്ട്. നമുക്ക് ഞാനിപ്പോ 4,000 ചോദിച്ചു 3,500 ഒരു ഡിസ്ക് ഫ്രീ ആയിട്ട് ഇട്ട് കൊടുക്കും, പാട്ട് കേൾപ്പിച്ചു കൊടുക്കും. ഇതൊരിക്കലും കേടാകുന്നില്ല. പിന്നെ നമുക്ക് എവിടെയും കൊണ്ടുപോയി വിൽക്കാം. കേരളത്തിൽ മൊത്തം ഞാൻ ഈ ബൈക്കിൽ ഇറങ്ങുന്നത്, എടുക്കാനും കൊടുക്കാനും ഇല്ല. 20 വർഷം എനിക്ക് ഇൻട്രസ്റ്റ്, എനിക്ക് ഇഷ്ടമായി ഈ ബിസിനസ്. അത് ഗൾഫിലായിരുന്നു 10-15 വർഷം. വന്നതിന് ശേഷം ഇത് തുടങ്ങി. ഇൻട്രസ്റ്റാണ്. വണ്ടി എടുക്കണമെന്നുള്ളേ ഉള്ളൂ. കളക്ഷൻ പാലക്കാട്, തൃശ്ശൂരൊക്കെ പഴയത് കിടപ്പുണ്ട്, തട്ടുമുറത്തൊക്കെ. അതൊക്കെ 4 കഷ്ണമൊക്കെ ആയിട്ട് കിടക്കും. വീട്ടിൽ കൊണ്ടുവന്ന് റെഡിയാക്കി പോളിഷ് ചെയ്ത് പെട്രോൾ ഇട്ട് കഴുകി പാട്ട് കേൾപ്പിച്ച് വിൽക്കും. സ്ഥിരമായ ഒരു കച്ചവട കേന്ദ്രമൊന്നും ഹബീബിനില്ല. നമ്മുടെ നാട്ടിലെ പല റോഡരികിലും നമ്മൾ ഹബീബിനെ കണ്ടേക്കാം. കന്യാകുമാരി മുതൽ കാസർഗോഡ് വരെ സഞ്ചരിച്ചാണ് കച്ചവടം. സ്റ്റോക്ക് തീരുമ്പോൾ കളക്ഷൻ എടുക്കാനായി മടക്കം. 700-ൽ പരം ഗ്രാമഫോണുകൾ ഹബീബ് ഇതിനോടകം തന്നെ കച്ചവടം ചെയ്തു കഴിഞ്ഞു. പാട്ടുപെട്ടി വാങ്ങുന്നവർക്ക് ഒരു റെക്കോർഡ് ഹബീബിന്റെ വക ഫ്രീ ആണ്. 10,000 10,000 രൂപയാണ് ഗ്രാമഫോൺ ഒന്നിന് വിലയെങ്കിൽ ഹബീബ് വിൽക്കുന്നത് വെറും 4,000 രൂപയിൽ താഴെ മാത്രം. ഹബീബിന്റെ പക്കൽ നിന്ന് ചുളു വിലയ്ക്ക് വാങ്ങി വലിയ വിലയ്ക്ക് മറിച്ചു വിൽക്കുന്നവരുമുണ്ട്. പക്ഷേ അതിലൊന്നും ഹബീബിന് യാതൊരു പരാതിയുമില്ല. തനിക്ക് ദഹിക്കാത്ത പണം വേണ്ടെന്നാണ് ഈ പാട്ടുപ്രേമിയായ പാട്ട് കച്ചവടക്കാരന്റെ നിലപാട്. ഇത്തിരി കുഞ്ഞിന് മൊബൈൽ ഫോണുകളിൽ പുതുതലമുറ സംഗീതം ആസ്വദിക്കുമ്പോൾ പ്രതാപം നഷ്ടപ്പെട്ട ഗ്രാമഫോണുകളുമായി നാട് ചുറ്റുകയാണ് ഈ കോട്ടയംകാരൻ. ക്യാമറമാൻ അരുൺ ടു പ്രദേശിനൊപ്പം തിരികേഷ് കൊണ്ടൂർ, ലൈവ് വാർത്ത. ഒറ്റക്കൽ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ഗുരുകുലം ചാരിറ്റബിൾ സൊസൈറ്റിയുടെ അഭയകേന്ദ്രത്തിൽ ഒരു അന്തേവാസി കൂടിയെത്തി. തെന്മല ഗ്രാമപഞ്ചായത്ത് അംഗം A ജോസഫിന്റെ സാന്നിധ്യത്തിലാണ് സൊസൈറ്റി പ്രവർത്തകർ അന്തേവാസിയെ ഏറ്റെടുത്തത്. ഇടമൺ 34-ൽ 2 ദിവസമായി അലഞ്ഞുതിരിഞ്ഞു നടന്നിരുന്ന മധ്യവയസ്കനെയാണ് അഭയകേന്ദ്രം ഏറ്റെടുത്തത്. ഇടമൺ 34-ലെ ഓട്ടോ ഡ്രൈവർമാരും നാട്ടുകാരും ചേർന്ന് വാർഡ് മെമ്പർ A ജോസഫിന്റെ സാന്നിധ്യത്തിലാണ് അന്തേവാസിയെ കൈമാറിയത്. ഗുരുകുലം ചാരിറ്റബിൾ സൊസൈറ്റി പ്രസിഡന്റ് ഇടമൺ റെജിയാണ് അന്തേവാസിയെ ഏറ്റെടുത്തത്. സൊസൈറ്റി രക്ഷാധികാരി രഞ്ജിത്ത് പുല്ലരിമല, സെക്രട്ടറി ബൈജു, PRO സോമരാജൻ, BRC ഇടമൺ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. ലൈവ് വാർത്ത, ആര്യങ്കാവ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. SFCK മാനേജ്മെന്റിനെതിരെ ചെമ്പനരുവി നിവാസികളുടെ പ്രതിഷേധം. റോഡ് നവീകരിക്കാത്തതിനെ തുടർന്ന് പ്രദേശവാസികൾ SFCK ഓഫീസ് ഉപരോധിച്ചു. CPI നേതാവിന്റെ വിവാദ പ്രസ്താവനയ്ക്കെതിരെ തെന്മല ഗ്രാമപഞ്ചായത്തിലെ CPM നേതാവ് രംഗത്ത്. അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ഉന്നയിച്ച് ഇടമണ്ണിലെ സമാധാനാന്തരീക്ഷം തകർക്കാൻ CPI ശ്രമിക്കുന്നുവെന്ന് ആരോപണം. DYFI നേതൃത്വത്തിൽ നടക്കുന്ന യുവജന പ്രതിരോധത്തിന്റെ ഭാഗമായ പ്രചരണ ജാഥയ്ക്ക് പുനലൂരിൽ തുടക്കം. പ്രചരണ ജാഥ 8-ന് കൊല്ലത്ത് സമാപിക്കും.
ഇതോടെ വാർത്തകൾ സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും ദൃശ്യങ്ങൾക്കും livevarta.com സന്ദർശിക്കുക. നമസ്കാരം.